ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ അദ്വൈത വേദാന്തത്തിൽ മായയ്ക്ക് വലിയ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. അതിന് അവിദ്യ എന്ന് പറയും, അജ്ഞാനം എന്ന് പറയും. അപ്പോൾ ഈ മായ അല്ലെങ്കിൽ അവിദ്യ എന്നൊക്കെ പറയുന്നത് ഇല്ലാത്ത പലതിനെയും ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതിനെ കാണാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മഹർഷിമാർ മഹേന്ദ്രജാലത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു ഇന്ദ്രജാലക്കാരൻ, മജീഷ്യൻ, അയാളുടെ മനഃശക്തിക്കനുസരിച്ച് അയാൾ പല കാര്യങ്ങളും സൃഷ്ടിച്ച് കാണിക്കാറുണ്ട്. നമ്മളുടെ ഇന്ന് ഉള്ള മജീഷ്യന്മാർ ചെറിയ ചെറിയ മാജിക്കുകളാണ് കാണിക്കുന്നത്. മഹേന്ദ്രജാലക്കാരൻ അങ്ങനെയല്ല. അയാൾ ഒരുപാട് നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് അത് ഉണ്ടാക്കി കാണിക്കുവാനായിട്ട് പറ്റും. അതായത് നമ്മുടെ മുൻപിൽ അങ്ങനെ അത് തോന്നിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മഹർഷിമാർ മഹേന്ദ്രജാലക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മായയെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ എപ്പോഴും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ലോകത്ത് മായ കടന്നു വരുന്നതിൻ്റെ കാരണം വിവേകമില്ലാതെ, അറിവില്ലാതെ നമ്മുടെ മുൻപിൽ, കൺമുൻപിൽ വരുന്നതിന് ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് അതിൽ ഭ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ആളാണ് നമ്മുടെ മജീഷ്യൻ. നമ്മുടെ ദൈവവിശ്വാസവുമായിട്ടൊക്കെ പല കഥകളും ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴും നമ്മുടെ യുക്തിവാദികളും അല്ലെങ്കിൽ മഹേന്ദ്രജാലക്കാരൊക്കെ പറയും, അല്ലെങ്കിൽ മജീഷ്യൻസൊക്കെ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാവുന്നതാണ്. വിഭൂതിയൊക്കെ അവരെടുത്ത് കാണിക്കും. അതുപോലെ പല സംഭവങ്ങളും മജീഷ്യൻസ് കാണിക്കാറുണ്ട്. അതില്ല എന്ന് ആരും പറയാറില്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളാണ് അവരുണ്ടാക്കി കാണിക്കുന്നത് എന്ന് അവർക്കറിയാം, നമ്മൾക്കറിയില്ല. തന്നെയുമല്ല, ആ മജീഷ്യനേക്കായും വിൽ പവർ നമ്മൾക്ക് കൂടുതലുണ്ട് എങ്കിൽ അയാൾ കാണിക്കുന്നത് ഒന്നും നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരില്ല. അതായത് എവിടെയാണോ വിൽ പവർ കൂടുതലുള്ളത് അവിടെ ഇതൊന്നും ചെലവാകില്ല എന്നുള്ളതാണ്. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് പല പല കാഴ്ചകൾ കാണുമ്പോഴും അയാൾ അതിൻ്റെ സത്തയെ മാത്രമാണ് കാണുന്നത്, അതല്ലാതെ ബാഹ്യമായിട്ടുള്ള നാമരൂപങ്ങളെ അല്ല. ആ രീതിയിലേക്ക് നമുക്കതിനെ കാണുവാനായിട്ട് ഉള്ള ഒരു അറിവ് നമുക്കുണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയാൽ അത് നമ്മുടെ ഒരു വലിയൊരു പരാജയമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ, ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അങ്ങനെ ചില സിദ്ധികളെക്കുറിച്ച് മറ്റു പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ആളുകളെ പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തിരിച്ചറിയണമെങ്കിൽ പോലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ പ്രകൃതി അങ്ങനെയാണ്, മായ അങ്ങനെയാണ്, ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കും. ഉദാഹരണം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മരുഭൂമി അല്ലെങ്കിൽ നമ്മൾ വിശാലമായ റോഡിലൂടെ നട്ടുച്ചയ്ക്ക് സഞ്ചരിക്കുമ്പോൾ, കാറിലോ ഇതിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ
മുൻവശത്ത് അതിവിശാലമായ റോഡ്. ആ റോഡിൽ നല്ല വെയിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജലം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ വണ്ടി അടുത്ത് ചെല്ലുന്നതനുസരിച്ച് ഇത് അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു മായയാണ്. മജീഷ്യൻ ഇതുപോലെ പലതും നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഗുരു പറയുന്നു, ഇതൊക്കെ ഒരു ഇന്ദ്രജാലമായിട്ട് നമുക്ക് കാണുവാനായിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ അതിന് ഗുരു പറയുന്നത്, ഇത് കുടം എന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമാ, കുടമോ വിശേഷമാകും. മതി മുതലായ മഹേന്ദ്രജാലമുണ്ടാം, അതിനിതു താൻ കരുവെന്ന് കണ്ടിടണം. അപ്പോൾ ഈ മഹേന്ദ്രജാലങ്ങളെല്ലാം ഇവിടെ കാണുന്ന ഇത് കുടം അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ വരുമ്പോഴും ഇവിടെ ബുദ്ധി കൊണ്ട് നമുക്കിതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുവാനായിട്ട്, ഈ ഒരു തിരിച്ചറിവിന് ബുദ്ധിയുടെ ഇമ്പോർട്ടൻസ്, കാരണം നിശ്ചയാത്മിക ബുദ്ധി ഓരോന്നിനെ ശരിക്കും കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ബുദ്ധി ആ രീതിയിൽ നമ്മൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ പോയാൽ പലപ്പോഴും നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ മുൻവിധിയോടുകൂടി പലതിനെയും കാണും, അവിടെ നമ്മുടെ ബുദ്ധി സൂക്ഷ്മമാകുന്നില്ല. അതുപോലെ തന്നെയാണ് സൂക്ഷ്മമാകാത്ത തലത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഇത് ഒരു മഹേന്ദ്രജാലക്കാരൻ ഉണ്ടാക്കി കാണിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൽപ്പെടാതെ കൃത്യമായിട്ട് തനതായ തലത്തിലേക്ക് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ജീവിക്കണം. അതിന് ഏവർക്കും സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.